നോക്കി, അതിനകത്തോട്ട് നോക്കിയാൽ മീറ്ററിലോട്ട്. മുഴുവൻ റോഡിൽ കയറാൻ നിൽക്കരുത്. വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പതിയെ ബെൻഡ് ചെയ്ത് ജസ്റ്റ് റോഡെ ടച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ സാറ് ലെവൽ ചെയ്യാൻ തുടങ്ങും. ലെവൽ ചെയ്ത് പോവാ കണ്ട എങ്കിൽ ഓടി അകത്തോട്ട് കയറിക്കോളും. ഇവിടെ സ്ഥലം ഉള്ളത്രയും കാലം അങ്ങനെ കീപ്പ് ചെയ്യാവുള്ളൂ. അല്ല മുഴുവനും കൂടെ റോഡേ കയറിയാൽ പുറകിൽ വരുന്ന ഒരാൾക്ക് തടസ്സമാണ് നമ്മൾ. കാരണം നമ്മൾ പതിയാ ചെല്ലുന്നത്. കണ്ട പതിയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പതിയെ ആക്സിലേറ്റർ കൊടുത്തു പോവാ. കാലം എങ്ങനെ ക്ലച്ച് റിലീസ് ചെയ്യണമെന്നാ പറഞ്ഞാൽ തൂക്കി പിടിക്കണോ അതോ ആ നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഏത് ഇൻഡിക്കേറ്റർ ഇടണം? ലെഫ്റ്റ്. ഇനി വണ്ടി എങ്ങനെയാണ് അവിടെ ചെല്ലേണ്ടത്? ഈ സൈഡിൽ ചെല്ലണം, നടുക്കൂടെ ചെല്ലണം, അപ്പുറത്തൂടെ ആ ഓക്കെ. ഇനി സാർ എന്തെല്ലാം ചെയ്യണം ആ ജംഗ്ഷനിൽ? സ്ലോ ആക്കുകയല്ല, ഏതെല്ലാം സപ്പോർട്ട് ചെയ്യണം? ക്ലച്ചും ഉണ്ടല്ലോ. ക്ലച്ച് ചവിട്ടി പിടിച്ചാൽ വണ്ടി നീങ്ങത്തില്ല. നീങ്ങുന്ന അത്രയും ഹാഫ് ക്ലച്ചിലാക്കുക. ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി ഓഫായി പോവുകയും ചെയ്യും. ഇനി പതിയെ പതിയെ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇറങ്ങിക്കോ. പോവാമല്ലോ. വണ്ടി തിരിഞ്ഞ് കിട്ടുന്നുണ്ട്. നമ്മുടെ സൈഡിൽ വന്നാൽ ഇനി നീങ്ങാമല്ലോ. സാറിന് എപ്പോൾ നീങ്ങണമെന്ന് തോന്നുന്നു അപ്പോൾ ബാക്കി ക്ലച്ച് റിലീസ് ചെയ്യുക. പതിയെ ആക്സിലേറ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. വേഗത വന്നിട്ടില്ല വണ്ടിക്ക്. മിനിമം ഒരു വേഗത വരണ്ടേ ഫസ്റ്റ് ഗിയറിൻ്റെ? വേഗതയായ അങ്ങനെ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യരുത്. കറക്റ്റായിട്ട് കൊടുക്കുക. ഒരു വേഗത വരട്ടെ. ഇപ്പോഴും സാർ ഇങ്ങനെ ചവിട്ടുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക ആക്സിലേറ്റർ. കണ്ട ഇപ്പോഴാണ് സ്ഥിരതയായത് വേഗതയ്ക്ക് അല്ലേ? ഇനി കുറച്ചിട്ട് ക്ലച്ച് മുഴുവൻ ചവിട്ട്. ഇനി സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. കണ്ട ഇപ്പോൾ വണ്ടി കുലുങ്ങിയാൽ ഒന്നും ചെയ്യാതെ പോകുന്നില്ലേ? സാറ് ആക്സിലേറ്ററിൽ ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. ആ സമയം സാറ് വീണ്ടും ടെൻഷൻ ആവുക ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് ഒതുക്കി നിർത്താം. ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ലെഫ്റ്റ് എന്നിട്ട് സ്ലോ ചെയ്യും. ഓട്ടോക്കാരൻ വന്നത് കണ്ടോ? ആ പെണ്ണ് നടന്നു വരുന്ന അവിടെ നിൽക്കിയാൽ മതി. അവളെ തട്ടരുത്. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. അവിടെ പാർക്ക് ചെയ്തില്ല. ഇല്ല, എന്ത് ചെയ്യണം? സാറെന്താ ചെയ്യേണ്ടത്? കണ്ട അത് എന്തുവാ ചെയ്യുന്നത്? അങ്ങനെയാണ് റോഡിലാണോ നിർത്തണ്ടേ? പാർക്ക് ചെയ്യരുത്. ഇല്ല, നേരെ ആക്കി വാ. നേരെ ആക്കി വാ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? എവിടെ നോക്കിയിരിക്കുന്നത്? ഞാൻ എന്തുവാ പറഞ്ഞത്? എവിടെ നോക്കരുതെന്നാ പറഞ്ഞത്? എവിടെയാ നോക്കേണ്ടത്? സാർ എവിടെ നോക്കിയിരുന്നത്? അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക? ഇപ്പൊ ഈ പോസ്റ്റ് ഇവിടെ നിൽക്കുന്ന കണ്ട സാർ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന അവിടെ ക്ലിയർ ആണ്. സാറ് വീണ്ടും ഇങ്ങോട്ട് തന്നെയല്ലേ വണ്ടി കൊണ്ടുവരുന്നത് അല്ലേ? അപ്പൊ എവിടെ ഇടിക്കും? അപ്പൊ ഞാൻ ഇത് തന്നെ എത്ര തവണ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല ഇത് മാത്രം സാറ് തിരുത്തുന്നില്ലെന്ന്. നോട്ടിലാക്കി ഒന്നുകൂടെ ഇടയ്ക്ക് വിടുന്നു. ഇനി ഈ തെറ്റ് ആവർത്തിക്കരുത് കേട്ടാ. ഉറപ്പാണോ? എന്നാ പോട്ടെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. നേരെ ആക്കി വാ. നേരെ 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 നേരെ. നമ്മൾ ഓൾറെഡി റോഡിലാണ് കണ്ട. ഇനി ഓടുമ്പോൾ റോഡിൽ കയറിക്കോളും. ഇനി ആക്സിലേറ്റർ കൊടുത്തു വാ. വേഗത കൊടുക്കുക സ്ഥിരമായിട്ട്. വേഗതയായ അപ്പൊ സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. ഇവിടെ ഒന്ന് ഒതുക്കി നിർത്തിക്കാൻ. സൈഡിലോട്ട് വരട്ടെ ആദ്യമേ തന്നെ വണ്ടി. മുന്നിൽ തന്നെ നോക്കിക്കോണം. സൈഡിലായും തോന്നിയാൽ വണ്ടിയെ ലെവൽ ചെയ്യും. ആയില്ലേ? അപ്പൊ ലെവൽ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്ത്. ഇപ്പൊ വല്ലോ പറ്റിയ? ഇപ്പൊ ഇങ്ങനെ തുള്ളിയില്ല, വണ്ടി വിറച്ചില്ല, നോർമലായിട്ട് വന്ന് നിന്നാണ്ടാ നോട്ടിലാക്ക്. ഇത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞതുകൊണ്ടാ. ഇനി ഞാൻ ഒന്നുകൂടെ പരീക്ഷിക്കും. ഇതേ പോവാം നമുക്ക്. വീണ്ടും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടേ പുറത്തിറങ്ങാവുള്ളൂ. നമ്മളിപ്പോ റോഡിന് വെളിയില്ല. റോഡിൽ കയറാൻ തുടങ്ങിയില്ലേ? അപ്പൊ ലെവലി നമ്മുടെ സൈഡിലേക്ക്. അത് തന്നെ. ഇനി എന്താ ചെയ്യേണ്ടത്? വേഗത വരല്ലേ വരേണ്ടത്? അതിന് വേഗത വരട്ടെ. സ്ഥിരതയുള്ളൊരു വേഗത വരുമ്പോൾ രണ്ടാമത്തെ ഗിയറിലോട്ട് മാറിക്കൊടുക്കുക. റോഡ് ഫ്രീയുമായി 2. അത് തന്നെ. ആ ബസ്സിനെ ഒന്ന് പോകാൻ സമ്മതിച്ചേക്കും. ഒന്ന് വേഗത കുറച്ചേക്കും. പോയിക്കോട്ടെ. അല്ലെ പുറകിൽ കിടന്ന് ഹോൺ അടിച്ചോണ്ടിരിക്കും. ഇനി പോവാലോ. ദൈവൻ കയറി വരും. അവനെ നോക്കിയാൽ മാത്രം പോരാ, വണ്ടി മാറ്റണം. 4 കൂടിയ ജംഗ്ഷനാണ്. അയാൾ സ്റ്റോപ്പ് കാണിക്കാൻ പോകുന്നത്. ക്ലച്ച്
ബ്രേക്ക്. ഏത് ഗിയർ ഇടണം ഇനി? ആയിട്ട് എന്നിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കും. മതി. ഫ്രീ ആക്കി കൊടുക്കും ബ്രേക്ക്. എളുപ്പം നീങ്ങണമെങ്കിൽ ആക്സിലേറ്ററും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. സ്ഥിരതയുള്ളൊരു വേഗത വന്നെന്ന് സാറിന് തോന്നിയാൽ അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത്രയും സമയം എടുക്കരുത് കേട്ടോ. പോട്ടെ, ഞാൻ പറയില്ല, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറാനായിട്ട് നമുക്ക് ഒരുപാട് സമയം കളഞ്ഞാൽ വണ്ടിയുടെ വേഗത നഷ്ടപ്പെടും. പേടി തോന്നുന്നുണ്ടോ ഇപ്പോൾ? എന്തിന് പേടിക്കാതിരിക്കാൻ, തട്ടാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നില്ലേ? തിരക്ക് വന്നോണ്ട് ഒരു കുഴപ്പമില്ല. അതിങ്ങനെ ആയിരിക്കണം സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഒരു സ്ഥിരതയുള്ള വേഗതയിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ട് സെക്കൻഡിലോട്ട് മാറിക്കണം. അതിന് സമയം എടുക്കരുത്. സമയം എടുക്കുന്നതോറും നമ്മൾ എടുത്തു വെച്ച വേഗത നഷ്ടപ്പെടും. പിള്ളേരുണ്ട് ഇവിടെ, അപ്പോൾ പിള്ളേരെ നോക്കിക്കോണം. ബസ്സിൻ്റെ സൗണ്ടൊന്നും കേട്ട് പേടിക്കണ്ട, അവർ കയറി പോയിക്കോളൂ. സാറത്തിന് സൈഡ് കൊടുത്താൽ മാത്രം മതി. പോട്ടെ. എന്താ എന്ത് പറ്റി? പോട്ടെ, സാർ അങ്ങനെ സ്ലോ ചെയ്യാൻ നിന്നാൽ അവർ മൊത്തം ചാടിക്കൊണ്ടിരിക്കും. ഇവിടെ എന്ത് ചെയ്യണം? നിർത്തരുത്. നിർത്ത്. ഇനി പോകാൻ പറ്റുമോ? പോരുത്. ഫസ്റ്റ് ഇട്. പോട്ടെ, ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. പതിയെ റിലീസ് ചെയ്ത് കൊടുക്കും. ഇവിടെ ബ്രേക്കിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. ബ്രേക്ക് ഒട്ടിക്കൊണ്ടല്ലേ ഓഫായി പോയത്. നേരെ വാ. പോട്ടെ. സാർ അവരെ നോക്കിയിരിക്കാതെ നമ്മുടെ ഫ്രണ്ട് ക്ലിയർ അല്ലേ? പിന്നെ എന്തിനാ നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുന്നത്? ഞാൻ പറയില്ല, നമ്മൾ നമ്മുടെ സൈഡിലാണെങ്കിൽ പുറകെ വരുന്ന ആൾ, അയാൾക്ക് സൗകര്യമുള്ളപ്പോൾ അയാൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. നമ്മൾ ആരെയും വഴി തടഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുക. നമുക്കിനി ഒന്ന് നിർത്തി നോക്കാം എവിടെയെങ്കിലും. അവസാനത്തെ വെള്ള കാറ് കണ്ട, അത് കഴിഞ്ഞിട്ട് ഒതുക്കി നിർത്തി. ഇതല്ല, മുന്നിൽ കിടക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യമേ ഇൻഡിക്കേറ്റർ, വേഗത കൺട്രോൾ ചെയ്യും. ഇനി ആക്സിലേറ്ററിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ സ്ലോ ചെയ്യരുത്. സൈഡിലോട്ട് ഒതുങ്ങി വേണം സ്ലോ ആകാൻ സാറേ. അതുപോലെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അവിടെ ഒതുക്കി നിർത്തും. നിർത്തിയാൽ എന്ത് ചെയ്യണം? നോട്ടിലാക്കണം. പിന്നെ ആ കാലാണോ വിടണ്ടേ? ബ്രേക്കിലെ കാലാണോ ക്ലച്ചിലെ കാലാണോ? അവിടെ എന്നിട്ട് ബ്രേക്കിലെ കാലം എടുക്കണമെങ്കിലാ? അല്ല, നമ്മളിവിടെ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചോ. സാറിന് ബ്രേക്കിലെ കാലം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നോട്ടിലാക്കുമ്പോൾ സാറ് ക്ലച്ചിലെ കാലല്ലേ റിലീസ് ചെയ്തത്. ബ്രേക്കിൽ നിന്ന് കാലം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഹാൻഡ് ബ്രേക്ക് അങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത്? ഹാൻഡ് ബ്രേക്ക് ആയാ ഇനി കാലം എടുക്കാവോ? ഇനി നമ്മൾ പോവാന്ന് വിചാരിച്ചു. ഇനി എന്ത് ചെയ്യണം സാറ്? ചെയ്. ഇനി അല്ല, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? നമ്മൾ റോഡിന്റെ സൈഡിൽ കിടക്കുക, റോഡിലേക്ക് കയറാൻ പോവുക. നമ്മൾ എന്ത് ചെയ്യണം ഇനി? അല്ല, നമ്മളിപ്പോ റോഡിന്റെ സൈഡിൽ കിടക്കുക, ഇനി റോഡിലേക്ക് ഇറങ്ങാൻ പോവാ നമ്മൾ. എന്നിട്ട് എവിടെ നോക്കണം ഇനി? ജസ്റ്റ് റോഡിൽ കയറുമ്പോൾ തന്നെ അതിനെ ലെവൽ ചെയ്യാൻ തുടങ്ങും. ലെവലി അല്ലേ? ഇതേ തട്ടാത്ത അകലത്തിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ സൈഡ് കിട്ടണ്ടേ? അപ്പൊ സാറിന് സ്ഥിരതയുള്ളൊരു വേഗതയായും തോന്നിയാൽ മാത്രം അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതിപ്പോ വിറയ്ക്കുന്ന എന്താന്ന് മനസ്സിലായ? കാല് തൂക്കി ഇങ്ങനെ എടുത്തോണ്ടാ ക്ലച്ചേന്ന്. അതായത് പെട്ടെന്ന് ഊരി പോകുന്ന ക്ലച്ച്. ടെൻഷൻ കുറവുണ്ടോ? നമുക്കൊന്ന് ഒതുക്കി നിർത്താം ഒന്നുകൂടെ. ആ ഓട്ടോറിക്ഷ കഴിയുമ്പോൾ ഒന്ന് ഒതുക്കി നിർത്തുക. അപ്പൊ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഇട്. എന്നിട്ട് സൈഡിലോട്ട് തന്നെ വാ. സാറ് നടുക്കോട്ടാ കൊണ്ടുപോകണം. സൈഡിൽ വാ. സൈഡിൽ വന്നാലുടനെ നേരെയാക്കി എന്നിട്ട് നിർത്ത്.
പോസ്റ്റ് മാറത്തില്ല, നിർത്തിയില്ല. അങ്ങനെ ഒന്നുകൂടെ അനക്കി കാണിക്കരുത്. കാരണം അവർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ശരിയല്ലേ? അഥവാ നമ്മുടെ ടൈമിങ് തെറ്റിയാൽ അവർക്കിട്ട് പോയിടിക്കും. സാറ് സ്ലോ ചെയ്ത കണ്ടിട്ട് അവർ നടുക്കോട്ട് കയറി വന്നത് വണ്ടിയുടെ, അല്ലേ? ഇങ്ങനെ നടന്നു പോയവര് ഇങ്ങോട്ട് കയറി വന്നത് സാർ ഇവിടെ നിർത്താൻ പോണെന്ന് കണ്ടിട്ടാ. അപ്പൊ സാർ ഒന്നുകൂടെ ബ്രേക്ക് ലൂസ് ചെയ്താൽ എന്ത് പറ്റും? ഒന്നുകൂടെ പോയിടിക്കും. അവരത് പ്രതീക്ഷിക്കുന്നില്ല. അവര് സാറ് നിർത്താൻ പോവാന്നാ വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊന്നുകൂടെ എടുത്ത് നോക്കാം ഇവിടുന്ന്. അപ്പൊ എന്ത് ചെയ്യണം? സാറ് ഗിയർ ഇട്ടു. ഇനി റോഡിന്റെ സൈഡിലാണ് ഇപ്പൊ വണ്ടി കിടക്കുന്നത്. തിരിച്ചാ പോരാ, അതൊന്നും അല്ലാതൊരു കാര്യം കൂടെ ഉണ്ട്. എന്തുവാ? നമ്മളിപ്പോ സൈഡിൽ ഒതുങ്ങി കിടക്കുക, റോഡിലോട്ട് കയറാൻ പോവാ. റോഡിൽ കിട്ടിയാൽ ഉടനെ ലെവൽ ഈ വണ്ടിയെ. അത് തന്നെ, അതുപോലെ ആയിരിക്കണം. പോട്ടെ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോളൂ സാർ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോവാം. ഇവിടെ ഈ റൈറ്റ് ആണ്. ഏത് സൈഡിൽ ചെല്ലണം? ഇനി സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കും. ഞാനൊന്നും പറയുന്നില്ല. ദിശ മാത്രം ഞാൻ പറയാം, പോകേണ്ട വഴി മാത്രം പറയാം. നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഹോൺ. ഇവിടെ നിന്ന് ഒതുക്കി നിർത്തുക ഈ പാലം കഴിയുമ്പോൾ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇൻഡിക്കേറ്റർ ഇടുക, വണ്ടി ആ സൈഡിലോട്ട് കൊണ്ടുവരിക. വരട്ടെ, ഏതെങ്കിലും ഒരു സ്ഥലം ഫിക്സ് ചെയ്യും, കൺട്രോൾ ചെയ്തു. അത്രയും വേണ്ട. അതെന്താ സംഭവം എന്ന് മനസ്സിലായ? അവിടെ ആ പുല്ല് കണ്ടോണ്ടല്ലേ അങ്ങോട്ട് ഇറക്കാൻ പോയത്. അങ്ങോട്ട് ഇറക്കി എന്ത് പറ്റും? അവിടെ നിരവാണെന്ന് എന്താ ഉറപ്പ്? നിരപ്പായ സ്ഥലമാണെന്ന് എന്താ ഉറപ്പ്? ഉറപ്പില്ല. അവിടെ ഒരു കാണുണ്ടെങ്കിൽ അതിനടപ്പില്ലെങ്കിൽ നമ്മുടെ വണ്ടി അതിനകത്ത് കിടക്കും, അല്ലേ? ഇതൊരു കുഴിയായിരുന്നെങ്കിൽ, ആ പുല്ല് പിടിച്ച് കിടക്കുകയായിരുന്നെങ്കിൽ അതിനകത്ത് വീഴും. യഥാർത്ഥത്തിലാണ് അവിടെ ഒരു കുഴിയാണ്. അതുകൊണ്ട് ഞാൻ തടഞ്ഞത്, ന്യൂട്രലാക്കി. വീണ്ടും ഇവിടുന്ന് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാറിന്റെ കണ്ണിൽ കണ്ട് ഉറപ്പെന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ വണ്ടി ഇറക്കാവുള്ളൂ സൈഡിലോട്ട്. അല്ലാതെ പുല്ല് പിടിച്ച് കിടക്കുന്ന കണ്ടിട്ട് അവിടെ ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറക്കി കൊടുക്കരുത്. ഇനി മുന്നിലോട്ട് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വീല് കുഴിക്കാത്താ കിടക്കുന്നത്. അപ്പൊ നെല്ല് വണ്ടിക്ക് കയറി വരാൻ സമയം വേണം. ധൃതി പിടിച്ച് കാലെടുത്താൽ അല്ലെങ്കിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ആക്സിലേറ്ററിൽ. കാല് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് എടുത്താൽ വണ്ടി ഓഫായി പോകും. ഇനി ആവർത്തിക്കുന്ന ഒരു തെറ്റെന്തുവാ? ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നത് സ്റ്റിയറിംഗിൽ. നമുക്കതിൻ്റെ ആവശ്യമില്ല. ആ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. പറയത്തില്ല, അവിടെ ചിലപ്പോൾ ഒരാളുണ്ടാവും തിരിഞ്ഞു ചെല്ലുമ്പോൾ. അതെല്ലാം സാറിൻ്റെ ഉത്തരവാദിത്തം. സാറ് ചെയ്യാത്തൊരു കാര്യമാണ് ഇനി. സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്തോണേ, ഞാൻ പറയത്തില്ല ഇനി. എന്തുവാന്നുണ്ടല്ലോ, അതൊരു ടേണിംഗ് ആണ്. അതെ, ഇവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. നമുക്ക് ഈ ലെഫ്റ്റ് ആണ് പോകേണ്ടത്. വണ്ടി ഏത് സൈഡിലായിരിക്കണം? ലെഫ്റ്റ് സൈഡിൽ. റൈറ്റിൽ നിന്ന് വണ്ടി വരും, അത് നോക്കണം. വണ്ടി നമുക്ക് ലെഫ്റ്റിൽ തന്നെ കിട്ടണം. ലെഫ്റ്റിലാണോ വരുന്നത്? അത് തന്നെ. ഇനി നമ്മളുള്ളതുകൊണ്ട് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റിയില്ല.
തിരിച്ചിനി ഇനി റോഡിന്റെ കണ്ടീഷൻ എന്താ? ഇനി എങ്ങനെ ഈ റോഡ് കിടക്കുന്നത്? അല്ല, ഹമ്പല്ലാതെ വേറെന്താ? ഇറക്കമാണ്. അപ്പൊ വണ്ടിക്ക് ഒരു വേഗത വരുമല്ലോ, അതിനെന്ത് ചെയ്യണം നമ്മൾ? ബ്രേക്ക് ചെയ്താൽ വണ്ടി നിന്ന് പോവും. സപ്പോർട്ട് കൊടുക്കണം. സാറിന്റെ കൺട്രോളിലെ വണ്ടി ഇറങ്ങി വരാവുള്ളൂ ഇറക്കം. ഇനി പോവാലോ. ഇനി ഗിയർ ചേഞ്ച് ചെയ്തു. ആ പച്ച ബോർഡ് കഴിഞ്ഞിട്ടൊന്ന് ഒതുക്കി നിർത്തിക്കുക സാറ്. ബോർഡ് കഴിഞ്ഞിട്ട് പച്ച ബോർഡ് കഴിഞ്ഞിട്ട് ഒതുക്കി നിർത്തണം. അപ്പൊ എന്താ ചെയ്യണ്ട? നേരത്തെ വണ്ടിയുടെ ദിശ മാറുന്ന കണ്ട. നമ്മൾ നേരത്തെ ഒരു സ്ഥലം പറഞ്ഞു, അപ്പൊ ആ ദിശയിലോട്ടേ വണ്ടി വരാവുള്ളൂ. അകന്ന് പോയിട്ടാണ് പിന്നെ അടുപ്പിക്കുന്നത് സാറ്. ഇങ്ങനെ നിർത്തണ, ഇങ്ങോട്ട് നേരെയാക്കി നിർത്തണ അല്ലേ? ഇപ്പൊ നോക്കിക്കേ, ആ മിററിലൊന്ന് സാറ് നോക്കിക്കേ, ബാക്ക് എവിടെയാ കിടക്കുന്നത്? റോഡിൽ. ഇത് സൈഡിലും വന്ന് ഇറക്കി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അത് സാറിന്റെ മിസ്റ്റേക്ക് എവിടെ പറ്റി? ഞാൻ നേരത്തെ പറഞ്ഞു ആ പച്ച ബോർഡ് കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞു. അപ്പൊ സാറ് വലത്തോട് വണ്ടി കൊണ്ടുപോയി. ശരിയല്ലേ? നമുക്ക് ഒതുക്കി നിർത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ വണ്ടി കൊണ്ടുവരേണ്ടത്? നമ്മുടെ സൈഡിലേക്കാ കൊണ്ട്. സാർ ഏത് ഇൻഡിക്കേറ്റർ ആയിട്ടിരിക്കുന്നത്? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ വണ്ടി എങ്ങോട്ട് വരണം? ലെഫ്റ്റ് സൈഡിൽ തന്നെ വരണം. വലത്തോട്ട് പോകാൻ പാടില്ല. നമ്മൾ വലത്തോട്ട് പോയാൽ ഇടത്തുകൂടെ ഒരാൾ വരും. ന്യൂട്രലാക്ക്. ഒന്നുകൂടെ പോയി നോക്കാം. എടുത്തോളൂ. നമുക്ക് അവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇപ്പോഴും സാറ് ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നുപോയി. സൈഡിൽ ഒതുക്കിയിട്ട വണ്ടി റോഡിലോട്ട് കയറ്റിയപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ല. ഒരു മിസ്റ്റേക്ക് മതി ഒരു അപകടത്തിന്. റൈറ്റിലോട്ട് പോകണം. റൈറ്റിൽ പോകുമ്പോൾ വണ്ടി അതിലേ പോകണം. അല്ല, ഇതിലെങ്ങനെ പോയാൽ മതി. അവിടെ ഇട്ട് തിരിക്കാൻ പറ്റില്ല, നമുക്ക് മറവുമാണ്. റോഡിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ നോക്കിയിട്ട്? ഓക്കെ ആണോ? ഇറങ്ങിക്കും. മുന്നിലേ ശ്രദ്ധിക്കാവുള്ളൂ. മുന്നിൽ ലെഫ്റ്റ് സൈഡ് കിട്ടിയാൽ അപ്പോൾ വണ്ടി നേരെ വരണം. സാറ് ചെല്ലാൻ താമസിച്ചാൽ അവർ വട്ടം ചാടും. ഇനി ഒന്ന് ഒതുക്കി നിർത്തിക്കാം. മെന്നറ്റ് വർക്ക് ആ ബോർഡ് കണ്ട, ആ ബോർഡിന്റെ അപ്പുറത്ത് ഒതുക്കി നിർത്തും. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടേരും. വണ്ടി ഇങ്ങനെ തന്നെ നിന്നോട്ടെ. എന്നിട്ട് സാർ എവിടെയെങ്കിലും ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഒതുക്കി നിർത്തും. റോഡിലാകരുത് വണ്ടി. നേരെയാക്കി നിർത്താവുള്ളൂ. നിർത്താത്ത കണ്ട പിന്നെ മുന്നോട്ട് ഓഫായി പോയത് കണ്ട. അതെന്തുകൊണ്ടാ ഇപ്പൊ ഓഫായി പോയത്? എന്തുകൊണ്ടായിരിക്കും സാറ് പറ? ചവിട്ടിയില്ല. സാറ് ഉദ്ദേശിക്കുന്നിടത്ത് ഈ വണ്ടി നിൽക്കുന്നില്ല. വണ്ടി സാറിനെ കൊണ്ടുപോവുക. സാറ് സത്യത്തിൽ സാറ് ഇതിന് ഒരു പുറകിലായിട്ട് നിർത്താനാ പ്ലാൻ ചെയ്തത്. സത്യം പറ, അല്ലേ? ഇവിടെ നിർത്താനല്ല സാറ് പ്ലാൻ ചെയ്തത്. സാറിനെ വലിച്ചോണ്ട് പോയതാ വണ്ടി. സാറാ അത് നോക്കേണ്ടത്. വണ്ടിയെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു സാറ്? ക്ലച്ച് ആദ്യം കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ വണ്ടി നീങ്ങുമായിരുന്നാ? നീങ്ങത്തില്ല. ബ്രേക്ക് ചെയ്യുന്നിടത്ത് വണ്ടി നിന്നേനെ. സാർ ആ ക്ലച്ച് ചവിട്ടാതെ പകുതിക്ക് വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ബ്രേക്ക് എഫിഷ്യൻ്റ് ആകാതെ വണ്ടി വീണ്ടും വലിച്ചുകൊണ്ട് പോയത്. ഇനി ഇവിടുന്ന് ഒന്ന് എടുത്ത് നോക്കും. പോകരുത്. അങ്ങനെ പോകാൻ പറ്റുമോ? ഇനി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അതല്ലാതെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഇപ്പോഴും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റോഡ് മുഴുവൻ കിട്ടണ നമുക്ക്? വേണ്ട. പകുതിയും വേണ്ട. ജസ്റ്റ് ഇതേ തട്ടാതെ റോഡേ കയറട്ടെ. പോരെ? ലെവലി നീങ്ങാലോ? നീങ്ങട്ടെ. ഇനി പുറകിൽ നോക്കിയിരിക്കരുത്. എപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇപ്പോഴും നോക്കി, കാല് തൂക്കിയല്ലേ എടുത്തത്. ഇനി ഒന്ന് ഒതുക്കി നിർത്തിക്കുക. ഈ ചുവന്ന ലൈറ്റിന് അപ്പുറത്ത് ഒതുക്കി നിർത്തിക്കുക. ആ ഗ്യാപ്പ് കണ്ടല്ലോ അവിടെ, ഇൻഡിക്കേറ്റർ ആദ്യം ഇട്ടാലുടനെ വണ്ടി സൈഡിലോട്ട് കൊണ്ടുപോകാം. വേഗത കുറച്ചുകൊണ്ടിരിക്കും. ഇനി സൈഡിലോട്ട് ഇറക്ക്. കറക്റ്റായിട്ട് ഇറങ്ങിയോ അപ്പം തന്നെ ലെവൽ ഈ വണ്ടിയെ. അതിന് ബ്രേക്ക്. ഇപ്പം നോക്കിക്കേ,
ഞാൻ പറഞ്ഞെടുത്ത് സാറ് നിർത്തിയില്ലേ വണ്ടി? എനിക്ക് കുറച്ചുകൂടി അങ്ങോട്ട് ഫ്രണ്ടോട്ട് ഇല്ല, സാറിന് ഉള്ളിൽ ആ ഒരു വെപ്രാളം കിടക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ സാർ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ചവിട്ടുന്നുണ്ട്, ബ്രേക്ക് ചവിട്ടുന്നുണ്ട്, ക്ലച്ച് താങ്ങുന്നുണ്ട്, എല്ലാം. തിരക്കിൽ വന്നപ്പോൾ സാറ് കൃത്യമായിട്ട് പേടിക്കാതെ നമ്മൾ അവിടെ ട്രാഫിക്കിൽ പോയി ചാടി കൊടുത്തില്ലേ, അവിടെ സാറ് നല്ലപോലെ ബാലൻസ് ചെയ്തില്ലേ? അല്ല, ഞാൻ വെറുതെ കൂളായിട്ടല്ല വണ്ടിയിലിരുന്നത്. ഞാൻ സാറിനെ പേടിപ്പിച്ചിട്ടില്ല, സാർ എന്നെയും വെപ്രാളം പിടിച്ചിട്ടില്ല. കൂളായിട്ട് കൈകാര്യം ചെയ്തില്ലേ? പക്ഷെ സാറിന് ചില സമയത്ത് വെപ്രാളം കയറി സാറൊന്നും ചെയ്യത്തില്ല. ന്യൂട്രലാക്കി ഒന്നുകൂടെ ഇവിടുന്ന് പോവാം. എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യങ്ങൾ ഓർഡറിൽ സാർ ഓർത്ത് ചെയ്യും. റോഡ് മുഴുവൻ നമുക്ക് വേണ്ട. റോഡെ കിട്ടിയാൽ അപ്പം ലെവൽ ചെയ്യാൻ തുടങ്ങും വണ്ടിയെ. നമുക്ക് ഈ സൈഡിലൊരു തട്ട് കിട്ടാത്ത രീതി വണ്ടിയെ ലെവൽ ചെയ്യണം. ആ ബോർഡ് കണ്ടല്ലോ, അതിന് മുന്നേ ആയിട്ട് ഒതുക്കി നിർത്തും. കാറൊരു സ്ഥലം ഫിക്സ് ചെയ്യും, അങ്ങോട്ട് തന്നെ ചരിഞ്ഞ് വന്നുകൊണ്ടിരിക്കണം. അവിടെ ചെന്നിട്ട് ചരിക്കാൻ നിൽക്കരുത്. ലെവൽ ചെയ്യുന്നിടത്ത് ഈ വണ്ടി നിൽക്കണം. ഇപ്പോഴും ലെവലിലാണോ വണ്ടി നിൽക്കുന്നത്? നേരെയാണോ ചരിഞ്ഞാണോ നിൽക്കുന്നത്? അതെന്താ നേരെയാക്കാൻ? ലെവൽ ചെയ്യുന്നിടത്ത് നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാറിനെ കൺഫ്യൂഷൻ ആക്കുകയല്ല. സാർ അത് മാത്രം കറക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റിൽ ഒരാൾ നിന്ന സാറ് ദിശ മാറ്റുന്നില്ല വണ്ടിയുടെ. ആ ഒരു ടൈമിംഗ് കൂടെ സാറിന് കിട്ടണം. ന്യൂട്രലാക്കി എടുക്കുന്നു. വീണ്ടും എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പുറകിൽ വണ്ടി നോക്കിയിട്ട് ഇറങ്ങാവുള്ളൂ. ബൈക്കുകാർ വരുന്നുണ്ട്, ഫ്രണ്ടിൽ നിന്നും വണ്ടി വരുന്നുണ്ട്, മുന്നിൽ നിന്നും വണ്ടിയുണ്ട്. ലെവലി അവനെ നോക്കിയിരുന്നാൽ സാറ് ചെയ്യത്തില്ല. അയാൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അയാൾക്ക് പോകാനൊരു സമയം നമ്മൾ കൊടുക്കണം. ഈ കമ്പി കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ ഒതുക്കി നിർത്തിക്കുക. താഴത്ത് കമ്പിയൊക്കെ കിടക്കുന്ന കണ്ട, ആ ഗ്യാപ്പിൽ ഒതുക്കി നിർത്തും. ധൃതി വേണ്ട. ഇപ്പൊ നോക്ക് സാറ്, വണ്ടി നേരെയാണോ ചരിഞ്ഞാണോ? അല്ലേ? ഓക്കെ ആണോ? ന്യൂട്രലാക്ക്. വീണ്ടും ഇവിടുന്ന് എടുക്കും. ഇവിടുന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം? ബാക്കിൽ നോക്കിയിട്ട് ജസ്റ്റ് വണ്ടി റോഡേ കയറുമ്പോൾ തന്നെ ഇവിടെ ഒന്നും ഇടിക്കാനില്ല. അപ്പോൾ ഇങ്ങോട്ട് ലെവൽ ചെയ്ത് കൊടുക്കും. നീങ്ങട്ടെ. സ്ഥിരതയുള്ളൊരു വേഗതയിലോട്ട് എളുപ്പം എത്തിക്കും. ഷിഫ്റ്റ് ചെയ്യുക. ഈ കോൺക്രീറ്റ് അത് തീരുന്നിടത്ത് ഒതുക്കി നിർത്തും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അവിടെ ചെന്നിട്ടല്ല ഒന്നും ചെയ്യാനുള്ളത്. നേരത്തെ ആയില്ല ഉള്ളത്. എപ്പോഴും നമുക്കൊരു പ്ലാനിങ് വേണം. നേരത്തെ തന്നെ നിർത്തി തരണം. ഇപ്പൊ സാറ് കൃത്യമായിട്ട് മുന്നിലാണ് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടി നേരെ വരുമ്പോ അറിഞ്ഞതും നിർത്തിയതും. ആണോ? ന്യൂട്രലാക്കി നിർത്തി ഉടനെ. ഇനി എന്ത് ചെയ്യണം? നമുക്കിവിടെ നിർത്താനാ. ഇനി എന്ത് ചെയ്യണം സാറ് പറഞ്ഞു? അല്ല, സാറ് ന്യൂട്രലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് കാലാ ഫ്രീ ആക്കാൻ പറ്റുന്നത്? അതാണ് തെറ്റ്. ആ കാലാണ് ബ്രേക്കിന്റെ കാലാണോ ഫ്രീ ആക്കേണ്ടത്? ആക്സിലേറ്റർ ആണ്. ക്ലച്ചിന്റെ കാല് ഫ്രീ ആയ ബ്രേക്കിന്റെ കാല് ഫ്രീ ആക്കണേ സാർ എന്ത് ചെയ്യണം? ഇട്. അങ്ങനെയാണോ ഹാൻഡ് ബ്രേക്ക്? ഒന്നുകൂടെ ഓഫ് ചെയ്യും. ഹാൻഡ് ബ്രേക്ക് അങ്ങനെ. ഇനി കാല് ഫ്രീ ആക്ക്. ഇനി വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ സാർ ആദ്യം ഏത് കാലം ഉപയോഗിക്കണം? ആദ്യം ബ്രേക്കിന്റെ കാലം ഉപയോഗിച്ചോണം. അതെ, അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഷാർപ്പല്ല എങ്കിൽ വണ്ടി ഉരുളരുത്. അതുകൊണ്ട് ആദ്യം ബ്രേക്കിന്റെ കാല്. ആദ്യം ബ്രേക്ക് ഔട്ട്, ഇനി ക്ലച്ച് ഔട്ട്, ഇനി ഗിയർ ഇടും. ഇനി സാറ് എന്തുവാ ഓഫ് ചെയ്യാനുള്ളത്?